നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 നടന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്കുള്ള LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 PSCയുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഏതൊക്കെ എക്സാം ഉണ്ടോ അതിന്റെ എല്ലാം നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം പാറ്റേൺ മാറിയതിനു ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇപ്പൊ പ്രിലിംസിന് ഒരു സ്റ്റേജിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്ഥിരം ഒരു ചോദ്യമാണ്. ഫസൽ അലിയാണ് അല്ലെ, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഫസൽ അലി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ഫസൽ അലി അല്ലെ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രയാണ്. അപ്പം ആന്ധ്രാപ്രദേശ് തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കൂടെ 2 അംഗങ്ങളൂടെ ഉണ്ട്. അവരുടെ പേര് കണ്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. HN കുൻസ്രു, KM പണിക്കർ അല്ലെ. അപ്പൊ 3 പേരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്കു വ്യവസായം. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? SCRT ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പുരുക്കു വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ടു രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭരണാധികാരി. ഇത് SCRT ഇപ്പൊ പറഞ്ഞതും SCRT ക്വസ്റ്റ്യൻ ആൻസർ മിക്കവർക്കും അറിയാം. പഴശ്ശിരാജ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. SCRT പുസ്തകത്തില് കെട്ടിയോട്ടു രാജ എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. 4, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. SCRT ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? അലഹബാദ് ഹാൽഡിയ, ഗംഗാനദി അലഹബാദ് ഹാൽഡിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് അറിയപ്പെടുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാമായിരുന്നു? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാമായിരുന്നു? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവര് CR ദാസ്, മോത്തിലാൽ നെഹ്റു. അപ്പൊ സ്വരാജ് പാർട്ടി ആരൊക്കെ കൂടെ ചേർന്നാണ് നിർമ്മിച്ചത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി നിർമ്മിച്ചത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പം മോത്തിലാൽ നെഹ്റു ആണ്. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു അത്ര ആക്റ്റീവ് അല്ല, കുട്ടിക്കാലം ആയതുകൊണ്ട് മോത്തിലാൽ നെഹ്റുവും CR ദാസുമായിരുന്നു സ്വരാജ് പാർട്ടി. അന്നത്തെ കാലത്ത് നെഹ്റു അത്ര ഇതായിട്ടില്ല, കൊച്ചുകുട്ടിയായിരുന്നു. ഇനി നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇത് മെയിൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് മെയിൻസ് ആയതുകൊണ്ട് നിങ്ങൾ പ്രിലിംസുകാർക്ക് ഇത് ചോദിക്കത്തില്ല, നമുക്ക് സിലബസിൽ ഇല്ലാത്തത് കൊണ്ട്. 7, അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്? അഗ്നിപുത്രി ആരാണ്? ടെസി തോമസ് ആണ്. മലയാളിയായിട്ടുള്ള ISROയിലുള്ള ഒരു ശാസ്ത്രജ്ഞയാണ് ടെസി തോമസ്. അപ്പൊ അഗ്നിപുത്രി എന്ന് വിളിക്കുന്നത് ആരാണ്? ഭാരതീയ വനിതയാണ് ടെസി തോമസ്. 8, കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. SCRT ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയും ഉണ്ട്. ഓപ്ഷൻ സി മരുപ്രദേശം. അപ്പൊ 3 കേരളത്തിന്റെ ഭാഗമാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കൂട്ടത്തിൽ മരുപ്രദേശമാണ് കേരളത്തിന്റെ ഭാഗം അല്ലാത്തത്, ഭൂപ്രകൃതി അല്ലാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബന്ദൂങ് സമ്മേളനം. SCRT ക്വസ്റ്റ്യൻ ബന്ദൂങ് സമ്മേളനമാണ് SCRT ക്വസ്റ്റ്യൻ. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബന്ദൂങ് സമ്മേളനം. SCRT ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക, ചോദിക്കും പ്രിലിംസിനും. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് മാറിയിട്ടുള്ളത് ആരാണ്? ബ്യാരിയാണ് കേട്ടോ. ബ്യാരിയാണ് ആൻസർ. കേരള കർണാടക ഭാഷയാണ് ബ്യാരി. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ബ്യാരി. 11, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. SCRT ക്വസ്റ്റ്യൻ മെയിൻസിന് മതി കേട്ടോ. ഇപ്പൊ പ്രിലിംസിനില്ല, മെയിൻസിന് നോക്കുന്നവര് പഠിച്ചു വെക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 12,
വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേരാണ് ചിനൂക്ക്. SCRT ക്വസ്റ്റ്യൻ മെയിൻസിന് ചോദിക്കും ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. 13 കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സൈദ് പഴവർഗ്ഗം. മുകളിൽ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? പ്രിലിംസിന് ചോദിക്കും. അതുപോലെ ഈ ഒരു ഇതെന്ന് പറയുന്നത് പ്രിലിംസിന് ചോദിക്കും. SCRTയിൽ തന്നിരിക്കുന്ന ടേബിളുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഒന്ന് ശരിയാണ്. ഖാരിഫ് ഒരു നെല്ലാണ്, അല്ല, ഖാരിഫിനകത്ത് വരുന്നതാണ് നെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാബി പരുത്തിയല്ല, സൈദ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ആയതുകൊണ്ട് 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി. റാബി പരുത്തി അല്ലാത്തതുകൊണ്ട് അത് തെറ്റാണ്. ഖാരിഫ് നെല്ല്, സൈദ് പഴവർഗ്ഗങ്ങൾ. 14 താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? SCRT ക്വസ്റ്റ്യൻ. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്. വാണിജ്യ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്ക്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്. നോട്ട് അച്ചടിച്ചിറക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല. വായ്പ നിയന്ത്രിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, റിസർവ് ബാങ്ക് ആണ്. നിക്ഷേപം സ്വീകരിക്കുന്നത് മാത്രമാണ് ഈ കൂട്ടത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക. 15 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഭിലായ് ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. SCRT ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ള ജോഡി നോക്കുന്ന സമയത്ത് ഭിലായ് ഒഡീഷ അല്ല, അതുപോലെ റൂർക്കേല ഛത്തീസ്ഗഡ് അല്ല, പക്ഷെ ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സോ ഓപ്ഷൻ 3ഉം 4ഉമാണ് ഇതിൽ ശരിയായുള്ള ജോഡി. ദുർഗാപൂർ പശ്ചിമ ബംഗാള്, ബൊക്കാറോ ജാർഖണ്ഡുമാണ് കേട്ടോ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. അതുപോലെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. കറക്റ്റ് SCRTയിലെ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചൊരാൾക്ക് ഇത് എളുപ്പം എഴുതാനായിട്ട് പറ്റും. ഇതിനകത്ത് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി, ശരിയായിട്ടുള്ള ഒന്നാണ്. അതുപോലെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ശരിയാണോ തെറ്റാണോ? ആലോചിച്ചിട്ട് പറയാ, ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അതുപോലെ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതെ, മുംബൈയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അത് തെറ്റാണ്. സോ 16ാമത്തെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 17 ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 17 പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റങ്ങളിൽ പെടുന്നവ ഏതൊക്കെ? SCRT ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മെയിൻസിന് മതി. നമുക്ക് പ്രിലിംസിന് ഇത് ചോദിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദാരവൽക്കരണം എന്ന് പറയുമ്പം നമുക്കറിയാം ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നായിരുന്നു ഉദാരവൽക്കരണം 1991. അപ്പോൾ അത് പ്രകാരം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ അതുവരെ ഉണ്ടായിരുന്നു, അത് ലഘൂകരിച്ചു. ആർക്കും വേണമെങ്കിൽ വ്യവസായം തുടങ്ങാം. അതിനകത്ത് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കമ്പോള നിയന്ത്രണങ്ങളെ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, അല്ലെ, ഗ്ലോബലൈസേഷൻ ഒക്കെ നടപ്പാക്കി, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. അത് മാത്രം തെറ്റാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 18 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? എന്താണ്? 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനം നടന്നത് ആണല്ലോ. നാഷണലൈസേഷൻ, ബാങ്ക് ലയിപ്പിച്ചു, ഒരു ബാങ്കിനോട് മറ്റൊരു ബാങ്ക് ലയിപ്പിച്ചു. അങ്ങനെ വന്നപ്പം ഇന്ത്യയിലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖല പബ്ലിക് സെക്ടർ ബാങ്കിനകത്ത് വരുന്നത് ആരാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. SBI കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇപ്പം സെക്കൻഡ് റാങ്കിലായിട്ട് നിൽക്കുന്നത്.
അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഡെക്സിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി 131ാം സ്ഥാനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത്. സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തൊട്ട് എത്ര വരെയാണെന്ന് നമുക്കറിയാം. 14 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 22 വരെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് പെടാത്തത്, അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. ജാതി, മതം, ലിംഗം, ജനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ. സ്ഥാനപ്പേര് നിർത്തലാക്കൽ. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒന്നു മാത്രമാണ്. ഇത് അതിനകത്ത് വരുന്നതല്ല, ഇത് വേറൊരു സെക്ഷനിൽ തന്നെ മതത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി 3 എണ്ണം, ജാതി, മതം, ലിംഗം, ജനസ്ഥലം, അത് പറയുന്നുണ്ട്. സ്ഥാനപ്പേര് ഒഴിവാക്കണം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, അത് 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, ഒന്നു മാത്രമാണ് ഇതിനകത്ത് പെടാത്തത്. 21, കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസ് എന്നതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? എയിംസ് അല്ലെങ്കിൽ AIMS എന്നാണ്. അതിന്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് എയിംസ്. അപ്പോൾ എയിംസ് എന്താണ്? കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക. അത് കേരള സർക്കാരിന്റെ പുതിയൊരു ഒരു പദ്ധതിയാണ് എയിംസ്. അപ്പോൾ എന്താണ്? അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഫുൾ നെയിം. 22, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് കേട്ടോ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1993 ഡിസംബർ 3-നാണ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് നോക്കുക. 1, 1993 ഡിസംബർ 3-നാണോ നിലവിൽ വന്നത്? കറക്റ്റ് ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. കറക്റ്റ് ആണ്. 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടത്തുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവരുടെ ജോലി നിന്ന് അത് തന്നെ ആയതുകൊണ്ട് 3ഉം ശരിയാണ്. എന്നാൽ അതിർത്തി നിർണ്ണയം, മുനിസിപ്പാലിറ്റി അതിർത്തി നിർണ്ണയം ഒക്കെ ഇവരുടെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമേ അല്ല. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് 1ഉം 2ഉം 3ഉം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കാം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റി മെയിൻസിനെ ഉള്ളൂ, നമുക്ക് മെയിൻസിന് മാത്രമേ പഠിക്കാനുള്ളൂ. സോ മെയിൻസ് എഴുതുന്നവർ ഫോക്കസ് ചെയ്യുക. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 2005-ലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2008 മെയ് 4-നാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. 2008 മെയ് 4-നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അത് തെറ്റാണ്. ബാക്കി 2005-ലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു, ശരിയാണ്. സുരക്ഷായനം എന്നത് ആപ്തവാക്യം ശരിയാണ്. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. സോ ഓപ്ഷൻ എ 4 മാത്രമാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 24, കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യ വകുപ്പിന്റെ കീഴിലാണ് മന്ദഹാസം പദ്ധതി. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുക. അപ്പൊ ചിരിക്കുക, മന്ദഹാസം ചിരിയാണ്. അപ്പോൾ കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സെറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതി. 25, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം
നിലവിൽ വന്ന വർഷം SCERT ആണ് പ്ലസ് മെയിൻസിനാണ് ഇത് മെയിനായിട്ട് ചോദിക്കുന്നത്. നമുക്ക് മെയിൻസിനകത്ത് സിലബസിൽ തന്നിട്ടുള്ളത് കൊണ്ട് മെയിൻസിനാണ്. അതായത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം നിലവിൽ വന്ന ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11-നാണ്. 2008 ഓഗസ്റ്റ് 11-നാണ്. കേരളത്തിൽ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ശ്രീ വി ശിവൻകുട്ടിയാണ് കേട്ടോ, ശിവൻകുട്ടിയാണ്. 27 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്രയാണ്? 15ാം കേരള നിയമസഭയിലെ വനിതാ MLA-മാര് എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 11 കേട്ടോ, 11 പ്ലസ് ഇപ്പം ഒന്നും കൂടെ വന്നിട്ടുണ്ട്, ഇന്നലെ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. 28 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. മൗലിക കർത്തവ്യമാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. 4A പറയുന്നത് 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. 1976 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് മൗലിക കടമകൾ വന്നത്. ശരിയാണ്. 77 ജനുവരി 3 തൊട്ടാണ് നിലവിൽ വന്നത്. പാർട്ട് 4A ഇതിനെപ്പറ്റി പറയുന്നത്. ശരിയാണ്. പക്ഷെ 10 എണ്ണമാണോ മൗലിക കർത്തവ്യം? ഇപ്പം അല്ല, ഇപ്പൊ 11 എണ്ണമുണ്ട്. എവിടെയാണ്? 51A ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 51A കെ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചേർത്തു 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. അപ്പൊ 11 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ഓപ്ഷൻ 4 തെറ്റാണ്. ഓപ്ഷൻ സി 1, 2, 3 ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 29 ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ 58 പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ആ ഒരു യോഗ്യതകൾ വിവരിക്കുന്നത് ഏതാണ്? 58, ആർട്ടിക്കിൾ 58 കേട്ടോ. അടുത്ത 30 ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഓപ്ഷൻ സി പ്രഫുൽ പാട്ടേൽ ആണ് കേട്ടോ, പ്രഫുൽ പാട്ടേൽ. 31 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറ്റേത് കേരള സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. തെറ്റായിട്ടുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേർ, ശരിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്, ശരിയാണ്. തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, തെറ്റാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 3 മാത്രം, ഇത് മാത്രം തെറ്റാണ്. അപ്പോഴപ്പോൾ നിയോഗിക്കുകയാണ് കേട്ടോ. 32 പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതേ ഉള്ളായിരുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രമന്ത്രിമാര് അല്ലെങ്കിൽ ഒരു കേരള നിയമസഭയിലാണെങ്കിലും 12 മന്ത്രിമാരിൽ കുറയാൻ പാടില്ല. അതുപോലെ 15% എന്ത് പാടുള്ളൂ? ലോക്സഭാ മെമ്പർമാരുടെ 15% മാത്രമേ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ 91, 86, 97 ഭേദഗതി ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അത് കണ്ടവർക്കെല്ലാം അതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 91ാം ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധന പ്രകാരം ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തിയാൽ അവർക്ക് നമ്മുടെ പൊതുഖജനാവിൽ നിന്നും ശമ്പളം കൊടുക്കത്തക്ക രീതിയിലുള്ള പദവിയിൽ നിന്നൊന്നും ഇരിക്കാൻ സാധിക്കില്ല എന്നും കൂടെ 91ാം ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട്, പഠിപ്പിച്ചതാണ്. 33 സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ് അറിയാലോ, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. അതിലുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 97 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ 66, കൺകറന്റ് 47. അപ്പോൾ ഒറ്റ കാര്യം മാത്രം, ഇതിന്റെ ആൻസർ ഞാനങ്ങ് പറയാം. ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയം, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയം, കൺകറന്റിൽ 47. യൂണിയൻ ലിസ്റ്റ് 97, കൺകറന്റ് 47, സ്റ്റേറ്റ് ലിസ്റ്റ് 66. ഇതാണ് ഇപ്പോഴത്തെ നില. ഓപ്ഷൻ ഡി. അടുത്ത നോക്കാം. 34 ലിംഫോസൈറ്റുകളെ, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ലിംഫോസൈറ്റ് എന്ന് ഓർക്കുക. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കും, ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആന്റിജനുകളുമായി വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ രോഗങ്ങളെ നശിപ്പിക്കുന്നു. ഇത്രയുമാണ് ബി ലിംഫോസൈറ്റുകളുടെ ഫങ്ഷൻസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നത്.
ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ്: വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കും. തെറ്റ്, അതിനുള്ള കഴിവില്ല. ബാക്ടീരിയകളെ നശിപ്പിക്കും. ശരി. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. ശരി. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. തെറ്റ്. ഓപ്ഷൻ ഡി 1ഉം 4ഉം തെറ്റ്. 1ഉം 4ഉം, അതായത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. അത് ബി ലിംഫോസൈറ്റുകളുടെ ഫംഗ്ഷൻസിനകത്ത് പെടുന്നില്ല. അടുത്തത് 35. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങളേവ? ജീവകം എ, വൈറ്റമിൻ എ കോർണിയ വളർച്ച തടയുന്നതിന്, തിമിരബാധ തടയുന്നതിന്, ഗ്ലോക്കോമ തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. അപ്പോൾ രോഗപ്രതിരോധ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്നാണ് ചോദ്യം. കോർണിയ വരൾച്ച തടയുന്നതിന് ശരിയാണ്. തിമിരബാധ തടയുന്നതിന് തെറ്റ്. ഗ്ലോക്കോമ തടയുന്നത് തെറ്റ്. നിശാന്തത, അപ്പോൾ കോർണിയയുടെ വരൾച്ച തടയും നിശാന്തത തടയുന്നതിനാണ് നമ്മുടെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം വൈറ്റമിൻ എ എന്ന് പറയുന്ന സാധനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. 36. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതൊക്കെ? പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്നിങ്ങനെ തരംതിരിച്ചു. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു. ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം ഇറക്കി. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ചു. ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയെന്ന് ക്വസ്റ്റ്യൻ. 2ഉം 3ഉമാണ് ഇവിടുത്തെ ആൻസർ. അതായത് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച്. ഹിസ്റ്റോറിക്ക പ്ലാന്റേറം ജോൺ റേയുടെയാണ്. അതുപോലെ സ്പീഷീസ് എന്ന് ഉപയോഗിച്ചതും ജോൺ റേ ആണ്. 37. ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? സൂക്ഷ്മാണുജീവിയുടെ പേരെന്താണ്? വാരിസെല്ല വൈറസ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ് വരുത്തുന്ന ആരാണ്? വാരിസെല്ല വൈറസ് ആണ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സുണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖമേത്? സുണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖമാണ് ഓപ്ഷൻ സി, എലിപ്പനി. അടുത്തത് ശരിയായ ബ്ലഡ് പ്രഷർ. നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ഓപ്ഷൻ എ 120/80 ആണ് അല്ലെ, 120/80. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2013. ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നതിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് മറ്റ് 2001 വേറെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. ക്രഷിംഗ് ദ കർവ് എന്താണ്? കൊറോണ വൈറസ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേം ആണ് ക്രഷിംഗ് ദ കർവ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായിട്ട്. അടുത്തത് 42. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി ബോയിൽസ് ലോ ആണ് കേട്ടോ. ബോയിൽസ് നിയമമാണ്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. എന്താണ് ബോയിൽസ് നിയമം? 43. താഴെ പറയുന്ന ലോഹങ്ങളുടെ സവിശേഷതകൾ അല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷതകൾ അല്ലാത്തതേത്? ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 1 മാത്രം. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. അതുമാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 44. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. തീവ്രമായ പ്രകാശം കടത്തി വിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അനക്കാതെ വെക്കുമ്പോൾ കണികൾ അടിയുന്നു. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയും. മെയിൻസിനാണ് മെയിൻലി ചോദിക്കുന്നത്. SCRT ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞതെല്ലാം. 44ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയില്ല ലായനി ആവുമ്പോൾ. ലായനി മീൻസ് കലങ്ങി കഴിഞ്ഞില്ലേ. 45. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയുടെ പേര്. 46. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? 46ന്റെ ആൻസർ ഓപ്ഷൻ ഡി ബോട്സ്വാന. അടുത്ത 47. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം അഥവാ ആർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി 24. എന്താ കാര്യം? അതായത് ഒരു പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം = 2f ആണ്. അതായത് 2 × f എത്രയാണ്? 12 സെന്റിമീറ്റർ, 24 സെന്റിമീറ്റർ. 48. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡം, ഭാരം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസ്താവന ശരിയായ
ശരിയാണോ തെറ്റാണോ നോക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, പിണ്ഡവും ഭാരവും കുറയും ധ്രുവത്തിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പിണ്ഡവും ഭാരവും കൂടുന്നു, പിണ്ഡം മാറുന്നില്ല, ഭാരം കൂടുന്നു. ഇത്രയാണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി, പിണ്ഡം മാറില്ല പക്ഷെ ഭാരം കുറയും. ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ പിണ്ഡത്തിനകത്ത് മാറ്റം വരില്ല. അടുത്ത 49, ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാളും കുറവാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ശരിയാണോ, ഒന്നും രണ്ടുമാണോ ശരി, അങ്ങനത്തെ പ്രസ്താവനയാണിത്. അപ്പോൾ ഇതൊക്കെ മെയിൻസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എ ആണ്. എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. അതായത് ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാളും കുറവായതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. 50, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന 50 ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു മിക്കതും SCRT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്ക് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.